ഓക്കെ, അപ്പൊ ഇന്ന് മുതലാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ അറിയാമല്ലോ കുട്ടികളെ, ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് മുഴുവനായി അന്ന് തന്നെ വീട്ടിലിരുന്ന് പഠിക്കണം. തരുന്ന ഹോംവർക്കൊക്കെ അതും ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് വരണം. അന്നു തരുന്ന കാര്യങ്ങൾ അന്നു തന്നെ പഠിച്ചു വന്നാൽ അത് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ അറിയാമല്ലോ, എൻ്റെ കയ്യിൽ നല്ല ഒന്നാം തരം ചൂരൽ വടിയുണ്ട്. ആ ചൂരൽ വടി ഉപയോഗിച്ച് ഞാൻ ചൂരൽ കഷായം പ്രയോഗിക്കും. പിങ്കി മോളെ, ഇത് നമുക്കിട്ട് പണി തരുന്ന ടീച്ചറാണല്ലോ. എന്താ പുറകിൽ നിന്ന് പിറവിറുക്കുന്നത്? ഹേയ്, ഒന്നുമില്ല ടീച്ചറെ. അയ്യേ, ടീച്ചറേന്നോ? പിന്നെ ടീച്ചറെ ടീച്ചർ എന്നല്ലാണ്ട് മാഷെന്ന് വിളിക്കാൻ പറ്റുമോ? ദേ പിള്ളേരെ, ക്ലാസ് എടുക്കുന്നതിന് മുന്നേ തുടങ്ങിയോ നിങ്ങളുടെ കുരുത്തക്കേട്? അല്ല ടീച്ചറെ, അവൻ പറഞ്ഞത് ശരിയല്ലേ? ടീച്ചർ പിന്നെ ടീച്ചർ എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡായി പെരുമാറണ്ടേ? ഇപ്പൊ ആരെങ്കിലും ടീച്ചർ എന്നൊക്കെ വിളിക്കുന്നുണ്ടോ? ഇപ്പൊ എല്ലാവരും മിസ് എന്നൊക്കെയാ വിളിക്കണത്. നിങ്ങളും എന്നെ അങ്ങനെ വിളിച്ചാ മതി, മിസ്സേ എന്ന്. മനസ്സിലായോ? ഓ, ടീച്ചർ അതായിരുന്നു ഉദ്ദേശിച്ചത്. അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഓ, വീണ്ടും ടീച്ചറോ? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളൊന്ന് പഠിക്കാനുള്ള പുസ്തകങ്ങളൊന്നും കൊണ്ടുവന്നില്ലേ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? പഠിക്കാൻ വേണ്ടിട്ട് തന്നെയല്ലേ? അതെ, പഠിക്കാൻ വേണ്ടിട്ട് തന്നെയാണ്. പക്ഷെ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ലാട്ടോ ടീച്ചറെ. അവൾ പറഞ്ഞത് ശരിയാണ് ടീച്ചറെ. ഓ, ടീച്ചറ് ടീച്ചറ് ടീച്ചറ്. കുട്ടികളെ കുറച്ച് ഡീസന്റ് ആയിട്ട് പെരുമാറണം. അത് മാത്രമല്ല, മാനേഴ്സും പഠിക്കണം. എന്റെ ക്ലാസ്സിൽ എല്ലാ കോലത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം. എടി കുഞ്ഞാവേ, ഈ ടീച്ചർ ട്യൂഷൻ ടീച്ചർ തന്നെയല്ലേ? കണ്ടിട്ട് വല്ല IAS പഠിപ്പിക്കണത് പോലെയാ ഉള്ളത്. ഒന്ന് മിണ്ടാതിരിക്കടാ. അല്ല മിസ്സേ, ഇന്ന് എന്നിട്ട് നമ്മൾ എന്ത് ക്ലാസ് എടുക്കുന്നത്? ശരി, ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നാളെ മുതൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമുക്കൊക്കെ പരിചയപ്പെടാം. എന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലതാന്നല്ലേ? അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്തി തരൂ. മിസ്സേ, ഞാൻ കുഞ്ഞാറ്റ. ഞാനേ പിങ്കി. എന്റെ പേര് കുഞ്ഞാവ. നമ്മളെ പേര് ഉസ്മാനി. ഹോ, നീ കദീസുമ്മാന്റെ മോനാണല്ലേ? അല്ല, ഞാൻ കദീസുമ്മാന്റെ മോനല്ല, ഞാൻ കദീസുമ്മാന്റെ മോന്റെ മോനാണ്. എന്റെ ഉമ്മച്ചിന്റെ പേര് സൈന എന്നാണ്. ആ, ശരി ശരി. നിങ്ങളൊക്കെ ഒരേ ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കുന്നത്? അതെല്ലോ, ഞങ്ങളൊക്കെ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ മുഴുവൻ മണ്ടന്മാരും മണ്ടികളും തന്നെയാണല്ലേ? അതെന്താ മിസ്സേ അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ അമ്മമാരൊക്കെ എനിക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ് കാണിച്ചു തന്നു. 4 പേർക്കും അതിൽ മുട്ടയാണല്ലോ ഉള്ളത്. അതെങ്ങനെ നിങ്ങൾ 4 പേർക്കും ഒരേപോലെ മാർക്ക് കിട്ടിയത്? അത് പിന്നെ മിസ്സേ, ഞങ്ങൾ ഭയങ്കര ഒത്തൊരുമയാണ്. അതെ, ഞങ്ങൾ ചെറുതിലെ എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ് ചെയ്യുന്നത്. പിന്നെ പഠിപ്പിൽ മാത്രം അത് മാറ്റണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ 4 പേർക്കും ഒരേപോലെ മാർക്ക് കിട്ടിയത്. ആഹാ, കൊള്ളാലോ. എങ്കിലേ അടുത്ത എക്സാം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ 0 മാർക്കിൽ നിന്നും നിങ്ങൾ പകുതി മാർക്കെങ്കിലും വാങ്ങിക്കണം. അങ്ങനെ മാർക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതിന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. പഠിക്കണമെന്നുള്ള ചിന്ത അത് നിങ്ങൾക്ക് തന്നെ വരണം. മനസ്സിലായോ? അപ്പൊ നല്ല കുട്ടികളായിട്ട് മുഴുവൻ കാര്യങ്ങളും പഠിക്കില്ലേ? ശരി ടീച്ചറേ. ടീച്ചറല്ല, മിസ്. സോറി ടീച്ചറേ. അല്ല മിസ്സേ. ഇന്നതൊന്നും കുഴപ്പമില്ല. പക്ഷെ നാളെ മുതൽ പെർഫെക്റ്റ് ആയിരിക്കണം. പറഞ്ഞില്ലാന്ന് വേണ്ട. മിസ്സേ, മമ്മി ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട്. ഇതാരി ലച്ചുവോ? ലത ചേച്ചി? ചേച്ചിയാണ് ഇവർക്ക് ട്യൂഷൻ എടുക്കണത്? അല്ല പിന്നെ, നീ ഇവിടെ നാട്ടിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എനിക്കിപ്പോ സ്റ്റഡി ലീവാണ്. ഇനി അടുത്ത മാസമേ ഹോസ്റ്റലിലേക്ക് പോകണ്ടോ? ആണോ? ചേച്ചിക്ക് മിസ്സിനെ അറിയാമോ? അറിയാമോന്നോ? എടി, ഇത് എന്റെ കൂടെ പഠിച്ച നീനയില്ലേ? ആ മറ്റേ നീന, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച അവളെ നിനക്കറിയില്ലേ? നീനയുടെ അമ്മയാണിത്. ഓ, ചേച്ചിയുടെ പഴയ ഫ്രണ്ട്. അതെ. മിസ്സേ, ഇത് എന്റെ ചേച്ചിയാണ്. എനിക്ക് മനസ്സിലായി. അല്ല ചേച്ചി, നീന ഇപ്പൊ എന്താ ചെയ്യണത്? അല്ല മോളെ, നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഒന്നുമില്ലേ? ഇപ്പൊ പഴയ ഫ്രണ്ട്സ് ഒക്കെ എന്താ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സപ്പ് അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെയൊന്നും നിങ്ങൾ കോണ്ടാക്ട് ഇല്ലേ? ഇപ്പൊ കുറേയായി അവൾ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ട്. മുന്നേ ഒക്കെ എപ്പോഴും വാട്സപ്പിലുണ്ടായിരുന്നു. ഇപ്പൊ കുറേയായി ഒരു കോണ്ടാക്ട് അങ്ങനെ ഇല്ലാത്തത്. അതുകൊണ്ട് ചോദിച്ചതാണ്. ഓ, അവളുടെ കോഴ്സും ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ അവൾ ആലപ്പുഴയാണ്. എന്തിനെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അവള്? അവള് അക്കൗണ്ടിങ് കഴിഞ്ഞതാണ്. ഇപ്പൊ അവിടെ ടാക്സ് ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. ഓ, അത് ശരി. അയ്യോ, വിശേഷങ്ങൾ ചോദിച്ചിട്ട് വന്ന കാര്യം മറന്നുപോയി. ചേച്ചിയെ മമ്മി ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട്.
അയ്യോ, ചായ ഒന്നും വേണ്ടായിരുന്നു മോളെ. ചായ മിസ്സിന് വേണ്ടായിരിക്കും, ഞമ്മക്ക് വേണം. എന്തോന്നായിരിക്കും ചായക്ക് കടിയുണ്ടാവുക? സാരിയില്ല ചേച്ചി, കുറച്ച് ചായ കുടിച്ചിട്ട് പോകാം. മമ്മി നല്ല കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പറമ്പിൽ നിന്നും കിളച്ച കപ്പ കൊണ്ടുണ്ടാക്കിയ പുഴുക്കാണ്. അത് മാത്രമല്ല മമ്മി ഉണ്ടാക്കിയ പൊയ്ക്കിന് വേറെ തന്നെ ടേസ്റ്റാണ്. ഓ അത് ശരി. ഈ കപ്പപ്പുഴുക്കോ? എടി കുഞ്ഞാട്ടെ കുഞ്ഞാതെ കപ്പപ്പുഴുക്കുണ്ടെന്ന്. എങ്കിൽ വാ, നമുക്ക് കഴിച്ചിട്ട് വരാം. അയ്യോ, ഇതെന്താ സംഭവിച്ചത്? എല്ലാരും എവിടെ പോയി? ചേച്ചി, അതിവിടെ പതിവുള്ളതാണ്. ഭക്ഷണം കേട്ടാ പിന്നെ ഒരൊറ്റ ഒന്നും ഇവിടെ ഇരിക്കില്ല. എന്നാലും ഒരു വാക്ക് പോലും പറയാതെ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു വാക്കുമില്ല, രണ്ട് വാക്കുമില്ല. എപ്പ തിന്നെന്ന് ചോദിച്ചാൽ മതി. കണ്ടില്ലേ നാലും ഇവിടെ പിന്നാമ്പുറത്ത് കൂടെ ഓടിയത്. എന്നാലും വല്ലാത്ത പിള്ളേര് തന്നെ. ഇങ്ങനെ തന്നെയാണോ അവര്? കുറച്ചൊക്കെ പാവങ്ങളാണ്, പക്ഷെ ഭയങ്കര വികൃതിയാണ്. ചേച്ചി വേഗം വന്ന് ചായ കുടിച്ചോ, അല്ലെങ്കിൽ അത് നിങ്ങൾ പൊഴുക്കിന്റെ വട്ട പോലും ബാക്കി വെക്കില്ല. ശരി ശരി. ചേച്ചി, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. നാളെ മുതൽ 4 മണിയാകുമ്പോഴത്തേക്കും കുട്ടികളെ റെഡിയാക്കി ഇരുത്തിയാൽ മതി. ഞാൻ ഷാർപ്പ് 4 മണിക്കേക്ക് വന്നോളാം. ശരി ലതേ. പിന്നെ കുട്ടികളോട് പഠിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറയണം. ഇന്ന് 4 പേരും ഒരു പേന പോലും കൊണ്ടുവന്നിട്ടില്ല. അത് ഞങ്ങൾ പറഞ്ഞോളാം. ടീച്ചറെ, ടീച്ചർക്ക് പുഴുക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലോ, ഞാൻ കഴിച്ചതുമാണ്. അത് ടീച്ചറുടെ പ്ലേറ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഉസ്മാൻ ഒന്നും മിണ്ടാതിരിക്കടാ. ചേച്ചി, പറയണത് കൊണ്ടൊന്നും തോന്നരുത്. കുട്ടിക്ക് തീരെ മാനേഴ്സ് ഇല്ല. കുട്ടികൾക്ക് വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് അത് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതാണ്. ലതേ, ഇവർ 4 പേരും ചെറുതിൽ മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. ഒറ്റക്കൊറ്റക്കാണെങ്കിൽ ഇവരെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. നല്ല കുട്ടികളാണ്. പക്ഷേ ഇവർ 4 പേരും കൂടിയാൽ എന്തെങ്കിലും ഒരു വികൃതി ഒപ്പിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ. നിനക്കൊന്നും തോന്നരുത്. കുഴപ്പമില്ല. ഇനി മുതൽ എന്തായാലും ഇവർ എന്റെ കയ്യിലേക്കല്ലേ കിട്ടാൻ പോകുന്നത്. കുറച്ചൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. അതെ അതെ, അതാണ് ഞങ്ങൾക്ക് ആകെയുള്ളൊരു ആശ്വാസം. ശരി, എങ്കിൽ ഞാൻ വൈകിക്കുന്നില്ല. ഞാനിപ്പോ പോവുകയാണ്. ഇനി നാളെ 4 മണിക്ക് വരാം. ഈ കുരുത്തം കേട്ട കുട്ടികളെ കാരണം മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോയി. അതെ അതെ, എന്തൊരു വികൃതിയാണ് ഇത് നിങ്ങൾക്ക്. അവള് പറഞ്ഞതുപോലെ തീരെ മാനേഴ്സ് ഇല്ല. 4 ആളുടെ മുന്നിൽ നിങ്ങളെ കൊണ്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനിയിപ്പൊ ചേച്ചി ഇതൊക്കെ നീനയോട് പറഞ്ഞു കൊടുക്കും. അവളുടെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും? ഓ, ചേച്ചിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ അത്രക്ക് കുറവാണെങ്കിലേ ചേച്ചി അവളുടെ മുഖത്തേക്ക് നോക്കണ്ട. കണ്ടോ മമ്മി, കണ്ടോ അവളുടെ തർക്കുത്തരം കണ്ടോ? ഒക്കെ ശരിയാക്കി തരാം ഞാൻ. നാളെ മുതൽ നിങ്ങളുടെ ഈ തർക്കുത്തരത്തിനൊക്കെ കുറച്ചൊരു കുറവുണ്ടാവുമല്ലോ. എടി സുമി, നമ്മൾ വളം വെച്ചോർത്തിട്ടാ മക്കൾ ഇങ്ങനെ വഷളാവുന്നത്. അതെ അതെ, കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്തായാലും നാളെ ആവട്ടെ, ബാക്കി എന്നിട്ട് നോക്കാം.